സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിൽ നിന്നും 500 എപ്പിസോഡുകൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കുകയാണല്ലോ. അതിൻ്റെ 9ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള കഥാപ്രസംഗ സ്നേഹികൾ എന്നെ വിളിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ കഥാപ്രസംഗം കേൾക്കുക. സൈമൺ മീഡിയ വിഷൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറവുകൾ ക്ഷമിക്കുക. പരമാവധി ഷെയർ ചെയ്യുക. സുഹൃത്തുക്കളെ, സഹൃദയരെ, ഞാൻ ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു ഇസ്ഹാക്കിൻ്റെ പുത്രന്മാർ. ഇസ്ഹാക്കിന്റെ പുത്രന്മാർ, ഇസ്ഹാക്കിന്റെ പുത്രന്മാർ, ഇസ്ഹാക്കിന്റെ പുത്രന്മാർ, ഇസ്ഹാക്കിന്റെ പുത്രന്മാർ. അവതരിപ്പിക്കുന്നു ഇസ്ഹാക്കിന്റെ പുത്രന്മാർ. അബ്രഹാം പിതാവിൻ്റെയും സാറായിയുടെയും വാഗ്ദത്ത പുത്രനാണല്ലോ ഇസ്ഹാക്ക്. ഇസ്ഹാക്ക് തൻ്റെ പിതാവിൻ്റെ ദേശമായ മെസൊപ്പൊത്താമിയയിൽ നിന്നും അബ്രഹാം പിതാവിൻ്റെ അനുജനായ നാഹോറിൻ്റെ കൊച്ചുമകൾ റിബേക്കയെ ഭാര്യയായി സ്വീകരിച്ചു. വിവാഹം സ്വർഗത്തിൽ നടക്കണമെന്നാണല്ലോ. ദൈവഹിതപ്രകാരമാണ് റിബേക്കയെ ഇസ്ഹാക്ക് ഭാര്യയായി സ്വീകരിച്ചത്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. റിബേക്ക മക്കളെ പ്രസവിച്ചില്ല. കാണുന്നവരെല്ലാം ചോദിക്കാൻ തുടങ്ങി, റിബേക്ക എന്താ, സുഖമായിരിക്കുന്നുവോ? സുഖമായിരിക്കുന്നു. വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ല. ഈ വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷം 20 കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ ഭാര്യ മച്ചിയാണെന്നും മക്കളെ പ്രസവിക്കില്ല എന്നും മനസ്സിലാക്കിയ ഇസ്ഹാക്ക് മണ്ണിൽ മുട്ടുകുത്തി സ്വർഗത്തേക്ക് നോക്കി യഹോവയായ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കും. തൻ പിതാവിനു ദർശനം നൽകിയ പരമപിതാവേ കനിയണമേ. തൻ പിതാവിനു ദർശനം നൽകിയ പരമപിതാവേ കനിയണമേ. പിന്നിലെ താരകം പോൽ പാലിലെ പൂഴി പോലെ മക്കളാൽ നിറയ്ക്കുമെന്നരുളിയോനെ. പിന്നിലെ താരകം പോൽ പാലിലെ പൂഴി പോലെ മക്കളാൽ നിറയ്ക്കുമെന്നരുളിയോനെ. തൻ പിതാവിനു ദർശനം നൽകിയ പരമപിതാവേ കനിയണമേ. തൻ പിതാവിനു ദർശനം നൽകിയ പരമപിതാവേ കനിയണമേ. കാരുണ്യവാനായ തമ്പുരാനെ, അങ്ങന്റെ പിതാവിനോട് വാഗ്ദത്തം ചെയ്തുവല്ലോ, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും മക്കളാൽ നിറയ്ക്കുമെന്ന്. എൻ്റെ ഭാര്യ റിബേക്കയുടെ ഗർഭപാത്രം അങ്ങ് തുറക്കേണമേ. എൻ്റെ ഭാര്യ റിബേക്കയുടെ ഗർഭപാത്രം തുറക്കേണമേ. യഹോവയായ ദൈവം ആർക്കും കടക്കാരനല്ല. യഹോവയായ ദൈവം റിബേക്കയുടെ ഗർഭപാത്രം തുറന്നു. റിബേക്ക ഗർഭിണിയായി. പ്രസവത്തിന് ആഴ്ചവട്ടം തികഴുന്നതിന് മുമ്പ് റിബേക്കയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഇടിമുഴക്കം, വല്ലാത്തൊരു വേദന, വല്ലാത്തൊരു അസ്വസ്ഥത. റിബേക്ക ആലോചന ചോദിക്കാൻ പോയി. ആരോട്? പിതാവായ ദൈവത്തോട്. നമ്മൾ ആലോചന ചോദിക്കാൻ പോകും. ആരോട് ആലോചന ചോദിക്കാൻ പോകും? കൈനോട്ടക്കാരൻ്റെ അടുക്കൽ, മന്ത്രവാദിയുടെ അടുക്കൽ,
ജോത്സ്യന്റെ അടുക്കൽ, ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ നമ്മൾ ഡോക്ടറുടെ അടുക്കൽ പോകും. എന്നാൽ നല്ലവളും ബുദ്ധിമതിയുമായ റിബേക്ക ആലോചന ചോദിക്കാൻ പോയത് പിതാവായ ദൈവത്തോട്. ദൈവം പറഞ്ഞു, രണ്ടു ജാതികൾ നിന്നിൽ ജനിക്കും, രണ്ടു വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്നു തന്നെ പിരിയും. രണ്ടു ജാതികൾ നിന്നിൽ ജനിക്കും, രണ്ടു വംശങ്ങൾ നിന്റെ ഉദരത്തിൽ തന്നെ പിരിയും. റിബേക്ക, നിന്റെ ഗർഭപാത്രത്തിനുള്ളിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. എന്ത്? എന്റെ ഗർഭപാത്രത്തിനുള്ളിൽ 2 കുഞ്ഞുങ്ങളോ? അതേ, 2 കുഞ്ഞുങ്ങൾ. ആ 2 കുഞ്ഞുങ്ങളും 2 ജാതികളായി തീരും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. മൂത്തവൻ ഇളയവനെ സേവിക്കും. യഹോവയായ ദൈവം പറഞ്ഞത് കേട്ടോ, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. റിബേക്കയ്ക്ക് ആകെ സംശയമായി, അതെങ്ങനെ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. കാലം തികഞ്ഞു. റിബേക്ക 2 ആൺമക്കളെ പ്രസവിച്ചു. മൂത്തവന്റെ കുതികാലിൽ പിടിച്ചുകൊണ്ടാണ് ഇളയവൻ പുറത്തേക്ക് വന്നത്. ഈ കുതികാലിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വീഴട 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 എന്നാണല്ലോ. ഒന്നാമത് ജനിച്ചവൻ നല്ല ചുവന്ന നിറമുള്ളവൻ, ശരീരമാസകലം രോമം കൊണ്ടുള്ള വസ്ത്രം പോലെയും ഇരുന്നു. ഒരു പുത്രൻ ചുവന്ന നിറമുള്ള ദേഹമാസകല രോമാവരണമുള്ളവൻ. ഒരു പുത്രൻ ചുവന്ന നിറമുള്ള ദേഹമാസകല രോമാവരണമുള്ളവൻ. അവന്റെ പേര് യേശാവെന്നാകുന്നു, അവന്റെ പേര് യേശാവെന്നാകുന്നു. കുതികാൽ പിടിച്ചു പുറത്തു വന്നവൻ യാക്കോബ്, തന്ത്രശാലി എന്നവനെ വിളിച്ചിരുന്നു. കുതികാൽ പിടിച്ചു പുറത്തു വന്നവൻ യാക്കോബ്, തന്ത്രശാലി എന്നവനെ വിളിച്ചിരുന്നു. ഒരു പുത്രൻ ചുവന്ന നിറമുള്ള ദേഹമാസകല രോമാവരണമുള്ളവൻ. ഒരു പുത്രൻ ചുവന്ന നിറമുള്ള ദേഹമാസകല രോമാവരണമുള്ളവൻ. ഇസഹാക്കിന് മക്കൾ ജനിക്കുമ്പോൾ ഇസഹാക്കിന്റെ പ്രായമെന്ന് പറയുന്നത് 60. ഇന്നത്തെ 60 അന്നത്തെ 60. ഇന്നത്തെ 60 കുറിച്ച് നമുക്കറിയാമല്ലോ, എണീൽക്കണമെങ്കിലും നടക്കണമെങ്കിലും ഊന്നുവടി വേണം, ഊന്നുവടി. അന്നത്തെ 60 എന്ന് പറയുന്നത് നല്ല ചോര തുടിപ്പുള്ള 60. തങ്ങൾക്ക് ജനിച്ച മക്കൾക്ക് അവർ പേരിട്ടു. ഒന്നാമൻ അവർ പേരിട്ടു യേശാവ്, നല്ല ചുവന്ന നിറമുള്ളവൻ. രണ്ടാമത്തെ പുത്രൻ അവർ പേരിട്ടു യാക്കോബ്. അവനെ ഉബായി എന്നും തന്ത്രശാലി എന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത്. 2 പേർക്കും വളരെ സന്തോഷമായി. റിബേക്കയ്ക്കും ഇസഹാക്കിനും 2 പൊന്നോമന മക്കളെ, സുന്ദര കുട്ടന്മാരെ അല്ലയോ യഹോവയായ ദൈവം തന്നിരിക്കുന്നത്. 2 പേരും സടപടാ വളർന്നു വരികയാണ്. മൂത്തവൻ ആളിത്തിരി കുഴപ്പക്കാരനാ, വേറെ കുഴപ്പമൊന്നുമില്ല. അതിരാവിലെ അവൻ ഉറക്കം നീൽക്കും, വയറ് നിറച്ച് ശാപ്പാടടിക്കും. എന്നിട്ടൊരു പോക്കാണ്. എങ്ങോട്ട്? വനത്തിനുള്ളിൽ. വില്ലും പൂണിയും കൊണ്ടാണ് പോകുന്നത്. കണ്ണിൽ കാണുന്നതിനെല്ലാം അമ്പെയ്ത് വീഴ്ത്തി അവൻ വീട്ടിലെത്തും. ഇളയ മകൻ സാധുവായൊരു ചെറുപ്പക്കാരൻ, നല്ലൊരു പയ്യൻ. അവൻ അമ്മയുടെ പുറകേന്ന് ചുറ്റിത്തിരിഞ്ഞ് അങ്ങ് നടക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാലിൽ തൂങ്ങി, കൂടാരവാസി. അമ്മ ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും ഈ രണ്ടാമത്തെ പുത്രൻ യാക്കോബ് കൂടെയുണ്ടാകും. ഒന്നാമത്തെ പുത്രൻ യേശാവിനൊരു ഓമന പേരുണ്ട്. എന്താണ്? വേട്ടക്കാരൻ. വില്ലും പൂണിയും വേട്ടയായുധങ്ങളാക്കി കാട്ടിനുള്ളിൽ പോയി വരും നിണമൊഴുകും മാംസവുമായി.
വില്ലും പൂണിയും വേട്ടയായുധങ്ങളാക്കി കാട്ടിനുള്ളിൽ പോയി വരും നിണമൊഴുകും മാംസവുമായി നിണമൊഴുകും മാംസവുമായി നിണമൊഴുകും മാംസവുമായി നിണമൊഴുകും മാംസവുമായി. കാട്ടിൽ പോയി വേട്ടയാടി മ്ലാവ്, ഇളമാൻ, കാട്ടുപക്ഷി തുടങ്ങിയവയുമായി വരുന്ന ഏശാവിനെ അപ്പൻ ഇസഹാക്ക് അധികമായി സ്നേഹിച്ചു. എന്നാൽ കൂടാരവാസിയും സാധുവും അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവനുമായ യാക്കോബിനെ അമ്മ അധികമായി സ്നേഹിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇസഹാക്ക് ഏശാവിനെയും റിബേക്ക യാക്കോബിനെയും സ്നേഹിച്ചു. അല്പമല്ല, അധികം സ്നേഹിച്ചു. ഇത് കേൾക്കുന്ന അമ്മമാരാരും ഇതൊരു മാതൃകയാക്കരുത്. മക്കളെ തരംതിരിച്ച് കാണുകയും അരുത്, തരംതിരിച്ച് സ്നേഹിക്കുകയും അരുത്. ഒരു ദിവസം യാക്കോബ് ഒരു ചുവന്ന പയറു പായസമുണ്ടാക്കി. ചേരുവകളെല്ലാം ചേർത്ത് പായസം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിശന്നു തളർന്ന സിംഹം മാൻപേടയെ കണ്ടതുപോലെ വിശന്ന് തളർന്ന് അവശനായി വരികയാണ് യേശാവ്. യേശാവ് യാക്കോബിനടുക്കലെത്തി. എടാ യാക്കോബേ, നീ എന്താ ഉണ്ടാക്കുന്നേ? ഓ, അതൊരു പയറ് പായസം. ഹോ, എന്തു മണമാണ് നീ ഉണ്ടാക്കുന്ന ഈ പയറ് പായസത്തിന്. എനിക്ക് കുറച്ച് പായസം തരാമോ? എനിക്ക് വിശന്ന് തളരുന്നു, ചത്തുപോകുമെന്ന് തോന്നുന്നു. പായസം തരാം, പക്ഷെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? ഞാൻ നിനക്ക് പയറ് പായസം തരുന്നു. കാരണം ഈ യാക്കോബിന് നേരത്തെ ഒരു കീർത്തി ഉണ്ടല്ലോ, ഉബായി, തന്ത്രശാലി എന്നൊക്കെ. അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് വെറുതെ കൊടുക്കത്തില്ല, ചുമ്മാ കൊടുക്കത്തില്ല. ഞാൻ നിനക്ക് പയറ് പായസം തരാം, മറിച്ച് നീ എനിക്ക് എന്ത് തരും? എന്ത് വേണേലും തരാം. അത്രയ്ക്ക് വിശന്ന് തളർന്ന് നിൽക്കുകയാണ് യേശാവ്. എങ്കിലേ പറയൂ, നിന്റെ ജ്യേഷ്ഠാവകാശം നീ എനിക്ക് തരുമോ? ജ്യേഷ്ഠാവകാശം അതിലെന്തിരിക്കുന്നു? നീ അങ്ങെടുത്തോ, എൻ്റെ ജ്യേഷ്ഠാവകാശം നീ അങ്ങെടുത്തോ. അങ്ങനെ വെറുതെ തന്നാൽ പറ്റത്തില്ല. പിന്നെ സത്യം ചെയ്തു തരണം. എങ്ങനെ സത്യം ചെയ്തു തരണം? നമ്മുടെ അപ്പൻ്റെ ദൈവമില്ലേ, പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ നീ സത്യം ചെയ്തു തരണം. യേശാവ് സത്യം ചെയ്തു. ആകാശത്തിനും ഭൂമിക്കും നാഥനായ എൻ്റെ അപ്പനായ അബ്രഹാം പിതാവിൻ്റെ ദൈവമായ യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു, എനിക്കവകാശപ്പെട്ട ജ്യേഷ്ഠാവകാശം എൻ്റെ പ്രിയപ്പെട്ട അനുജനായ യാക്കോബിന് ഞാനിതാ നൽകുന്നു. അന്നം കഴിക്കുവാൻ വേണ്ടി മാത്രം മുറിച്ചു അലക്ഷ്യമാക്കി, അന്നം കഴിക്കുവാൻ വേണ്ടി മാത്രം മുറിച്ചു അലക്ഷ്യമാക്കി, ഒട്ടും ഗ്രഹിക്കാതെ വിറ്റു സ്വയം ജ്യേഷ്ഠാവകാശത്തെ നഷ്ടമാക്കി, ഒട്ടും ഗ്രഹിക്കാതെ വിറ്റു സ്വയം ജ്യേഷ്ഠാവകാശത്തെ നഷ്ടമാക്കി, അന്നം കഴിക്കുവാൻ വേണ്ടി മാത്രം മുറിച്ചു അലക്ഷ്യമാക്കി. നോക്കണേ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിശപ്പകറ്റാൻ വേണ്ടി മാത്രം തനിക്ക് അവകാശപ്പെട്ട ജ്യേഷ്ഠാവകാശത്തെ യേശാവ് വിറ്റുകളഞ്ഞു, അലക്ഷ്യമാക്കിക്കളഞ്ഞു, മുറിച്ചു കളഞ്ഞു. ഈ ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പൻ്റെ സ്ഥാനമാണ് ജ്യേഷ്ഠനുള്ളത് ആ കാലഘട്ടത്ത് മാത്രമല്ല, ഇന്നും അങ്ങനെയാണ്. ഒരു കുടുംബത്തിലെ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് ആരാണ്?
ആ കാലഘട്ടത്ത് അപ്പനുള്ള സമ്പത്തിൻ്റെ 90% ജ്യേഷ്ഠന് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഏറ്റവും വിലപ്പെട്ട ജ്യേഷ്ഠാവകാശത്തെയാണ് ഏശാവ് ഒരു വിശപ്പകറ്റാൻ വേണ്ടി മാത്രം വിറ്റുകളഞ്ഞതെന്ന സത്യം നമ്മളാരും മറന്നു പോകരുത്. ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആരാ? ജ്യേഷ്ഠനെ നിസ്സാരൻ എന്നുപോലും നമ്മൾ നാവുകൊണ്ട് പറയാൻ പാടില്ല. അതാണ് ബൈബിളിലെ വേദവാക്യം. അങ്ങനെയുള്ള ജ്യേഷ്ഠൻ കുടുംബത്തിൻ്റെ വിളക്കാണ്, കുടുംബത്തിൻ്റെ നായകനാണ്, അപ്പന് തുല്യനാണ് ജ്യേഷ്ഠൻ. ആ അവകാശത്തെ വിശപ്പകറ്റാൻ വേണ്ടി ഏശാവ് സ്വയം കീറിക്കളഞ്ഞു, വിറ്റുകളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. വയറ് നിറയെ പായസവും കുടിച്ച് കോട്ടുവായും ഇട്ട് ഏശാവ് എണീറ്റങ്ങ് പോയി. ഇസഹാക്കും റിബേക്കയും 2 മക്കളും ഇപ്പോൾ താമസിക്കുന്നത് ഫെലിസ്ത്യ ദേശമായ ഗരാരിൽ. ഗരാരിൽ ഇസഹാക്ക് താമസിക്കുമ്പോൾ യഹോവയായ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷനായി. ഇസഹാക്കേ, പിതാവേ, ഞാനിതാ നീ ഇപ്പോൾ വസിക്കുന്ന ഈ ദേശം ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും നിത്യ അവകാശമാക്കി തരും. ഞാൻ നിന്റെ അപ്പനായ അബ്രഹാമിനോട് കൽപ്പിച്ചതൊക്കെയും നിനക്ക് സ്വന്തമാക്കി തരും. ഇവിടെ യഹോവയായ ദൈവം ഇസഹാക്കിനോട് പറയുന്നു, തൻ്റെ ഇഷ്ടപ്രിയനായ അബ്രഹാമിന് കൽപ്പിച്ചു കൊടുത്തതെല്ലാം മകനായ ഇസഹാക്കിന് കൊടുക്കുമെന്ന്. ഇസഹാക്കും ഭാര്യയും മക്കളും ഗരാരിൽ താമസിക്കുമ്പോൾ അബ്രഹാമിന് മിസ്രയിൽ സംഭവിച്ചതുപോലെ വലിയ കഠിനമായൊരു ക്ഷാമമുണ്ടായി. അന്ന് അബ്രഹാം എന്താ ചെയ്തത്? തൻ്റെ ഭാര്യ സാറായിയെ സഹോദരി എന്ന് പറഞ്ഞു, പ്രാണനിൽ ഭയന്ന്. അതേ സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഗരാരിൽ ഇസഹാക്ക് ഭാര്യയുമൊത്ത് താമസിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സുന്ദരിയാണല്ലോ. തൻ്റെ ഭാര്യയെ ഓർത്ത് ഇസഹാക്ക് ഫെലിസ്ത്യരെ ഭയന്നു. കാരണമുണ്ട്, ഈ ഫെലിസ്ത്യർ അല്പ കുഴപ്പക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇസഹാക്ക് തൻ്റെ ഭാര്യയെ ചൊല്ലി ഭയന്നുപോയി. തൻ്റെ ഭാര്യ നിമിത്തം മരിക്കേണ്ടി വരും എന്ന് കരുതിയ ഇസഹാക്ക് ദൈവത്തോട് ആലോചന ചോദിക്കാതെയാണല്ലോ ഇങ്ങനെയൊക്കെ കരുതുന്നത്. അങ്ങനെ കരുതിയ ഇസഹാക്ക് ഗരാരിൽ താമസിക്കുകയാണ്. ആ ദേശത്തിലെ ഫെലിസ്ത്യ രാജാവായ അബീമേലെക്കിനോടും ഫെലിസ്ത്യ പ്രഭുക്കന്മാരോടും ദേശവാസികളോടും ഇസഹാക്ക് പറഞ്ഞത് റിബേക്ക തൻ്റെ സഹോദരി എന്നാണ്. ഒരു ദിവസം അബീമേലെക്ക് രാജാവ് കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നും കിളിവാതിലിലൂടെ നോക്കുമ്പോൾ ഇസഹാക്ക് ഭാര്യ റിബേക്കയുടെ മടിയിൽ കിടക്കുന്നതും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കൊഞ്ചിക്കുഴയുന്നതും കണ്ടു. അബീമേലെക്ക് രാജാവ് ഇസഹാക്കിനെ വിളിച്ചു. ഇസഹാക്ക്, യജമാനനെ, റിബേക്ക നിന്റെ ഭാര്യയല്ലേ? അതേ യജമാനനെ, എൻ്റെ ഭാര്യയാണ്. നീ പിന്നെ എന്തിന് അവളെ സഹോദരി എന്ന് നമ്മോടും നമ്മുടെ ദേശവാസികളോടും പറഞ്ഞു? യജമാനനെ, ജീവനിൽ ഭയന്നിട്ടാണ് എൻ്റെ ഭാര്യ റിബേക്ക നിമിത്തം മരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ഒരു കള്ളം പറഞ്ഞതാണ്. ഇസഹാക്കേ, ഞാനിതാ പറയുന്നു. അബീമേലെക്ക് രാജാവ് ഇസഹാക്കിനോട് പറഞ്ഞു, ഇസഹാക്കേ, ഈ ഗരാർ ദേശത്ത് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും സുരക്ഷിതരായിരിക്കും. നിങ്ങൾ ആരും തന്നെ തൊടുകയില്ല. അബീമേലെക്ക് രാജാവ് വിളംബരം ചെയ്തു, കൽപ്പിച്ചിടുന്നു ഞാൻ ദൈവത്തിൻ ദാസനാം ഇസഹാക്കിനെ ആരും തൊട്ടിടല്ലേ. ഇസഹാക്കിനെ ആരും തൊട്ടിടല്ലേ. ഇസഹാക്ക് ദൈവത്തിന്റെ ദാസനാണ്. അവനെ തൊടുന്നവൻ മരണശിക്ഷയ്ക്ക് വിധേയനാകും. ഇസഹാക്ക് ഒരു ദൈവദാസൻ, അവനെ തൊടുന്നവൻ മരണശിക്ഷയ്ക്കർഹൻ.
ഇസഹാക്ക് ഒരു ദൈവദാസൻ, അവനെ തൊടുന്നവൻ മരണശിക്ഷയ്ക്കർഹൻ. കൽപ്പന ലംഘിച്ചിടുക നിങ്ങൾ മരിച്ചിടും നിശ്ചയം. കൽപ്പന ലംഘിച്ചിടുക നിങ്ങൾ മരിച്ചിടും നിശ്ചയം. മരിച്ചിടും നിശ്ചയം. മരിച്ചിടും നിശ്ചയം. അബീമേലെക്ക് രാജാവ് ഇസഹാക്കിനെ ഗരാരിൽ വസിക്കുവാൻ അനുവാദം നൽകി. ആ വർഷം ഇസഹാക്ക് വിതച്ചു. 100 മേനി വിളവ് കിട്ടി. യഹോവയായ ദൈവം ഇസഹാക്കിനെ അധികമായി അനുഗ്രഹിച്ചു. കാര്യമെന്താ? ഇസഹാക്ക് പോകുന്നിടത്തെല്ലാം യഹോവയായ ദൈവം അവനെ കരം പിടിച്ച് കൂടെ കൊണ്ടുപോവുകയല്ലയോ? യഹോവയായ ദൈവം ഇസഹാക്കിന്റെ കൂടെ പോവുകയല്ലയോ? ഇസഹാക്കിന് കിട്ടിയതെല്ലാം 100 മേനി. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അബീമേലെക്ക് രാജാവിന്റെ മുന്നിലെത്തി. തിരുമനസ്സേ, എന്താ എല്ലാവരും ഉണ്ടല്ലോ, എന്തു പറയാൻ? ഞങ്ങൾ തിരുമനസ്സിനെ കാണാൻ വന്നതാണ്, സങ്കടം ബോധിപ്പിക്കാൻ വന്നതാണ്. പറഞ്ഞാലും ഇവിടെ ഒരാള്, അങ്ങയുടെ അനുയായിയായി ഒരാൾ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ആരെക്കുറിച്ചാ പറയുന്നത്? ആ ഇസഹാക്ക് തന്നെ. അവനെന്താ? അവനൊന്നുമില്ല. അവനും വിതയ്ക്കുന്നു, കിട്ടുന്നത് 100 മേനി. ഞങ്ങളും വിതയ്ക്കുന്നു, കിട്ടുന്നത് അല്ലറ ചില്ലറ. അവനും കന്നുകാലികളെ വളർത്തുന്നു, ആടുമാടുകളെ വളർത്തുന്നു, എല്ലാം കൊഴുകൊഴാന്നു. നമ്മൾ വളർത്തുന്നു, എല്ലാം ചട്ടിയതും പൊട്ടിയതും ഉടഞ്ഞതും. തിരുമനസ്സേ, ഈ പോക്ക് പോയാലുണ്ടല്ലോ, ഗരാര് ദേശം ഞങ്ങൾ പറയുന്നു അവന്റെ കയ്യിലാകും. ഒരു സംശയം വേണ്ട. ഞങ്ങളൊരു പോംവഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? മറ്റൊന്നുമല്ല, ആ ഇസഹാക്കിനെയും കുടുംബത്തെയും ഇവിടുന്ന് ഓടിക്കണം, അവന്റെ ദാസന്മാരെയും. ഞങ്ങൾ കണ്ടുവച്ചിട്ടുള്ള വഴി എന്താണെന്ന് തിരുമനസ്സിനറിയാമോ? ഇല്ല, പറയുവൻ. അവൻ്റെ അപ്പനുണ്ടല്ലോ അബ്രഹാം. അബ്രഹാം കുഴിച്ച കിണറുകളെയെല്ലാം ഞങ്ങളങ്ങ് മൂടിക്കളയും. അത് വേണോ? വേണം. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ, നീചന്മാർ, മറ്റൊന്നും ചിന്തിച്ചില്ല. സംഘമായി ചേർന്ന് അബ്രഹാം പിതാവ് കുഴിച്ച കിണറുകളെയെല്ലാം മണ്ണിട്ട് മൂടിക്കളഞ്ഞു. വിവരമറിഞ്ഞ ഇസഹാക്ക് ഓടിയെത്തി. നോക്കുമ്പോൾ തൻ്റെ അപ്പൻ കുഴിച്ച കിണറുകളെയെല്ലാം മണ്ണിട്ട് മൂടിയിരിക്കുന്നു. ഇസഹാക്ക് അബീമേലെക്ക് രാജാവിന്റെ മുന്നിലെത്തി. തിരുമനസ്സേ, എന്റെ അപ്പൻ കുഴിച്ച കിണറുകളെയെല്ലാം അങ്ങയുടെ ദേശവാസികൾ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. തിരുമനസ്സേ, മണ്ണിട്ട് മൂടിക്കളഞ്ഞു. ഞാൻ എങ്ങനെ സഹിക്കും? ഇസഹാക്കിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റ് ഭൂമിയിലേക്ക് വീഴുന്നു. ഇസഹാക്ക് തേങ്ങി കരയുന്നു. ഇസഹാക്കേ, എന്താ തിരുമനസ്സേ? ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു. എന്തിനാ? ഇസഹാക്കേ, സമ്പത്ത് കൊണ്ടും ആടുമാടുകൾ കൊണ്ടും ദാസന്മാരെ കൊണ്ടും നീ എന്നെക്കാൾ ബലവാനായിരിക്കുന്നു, സമ്പന്നനായിരിക്കുന്നു. ആയതിനാൽ നീ എത്രയും വേഗം ഈ ഗരാർ ദേശം വിട്ട് ഓടിപ്പോവുക. പിന്നെ ഒരു നിമിഷം ഇസഹാക്ക് ഗരാർ ദേശത്ത് നിന്നില്ല. ഇസഹാക്ക് തൻ്റെ ഭാര്യയും മക്കളുമായി ചെന്നത് മറ്റൊരു ദേശമായ ഗരാർ താഴ്വരയിൽ. അവിടെ പോയ ഇസഹാക്ക് അവിടെ പുതിയ കിണറുകൾ കുഴിച്ചു. യഹോവയായ ദൈവം ഇസഹാക്കിനോടൊപ്പം ഉള്ളതിനാൽ കുഴിച്ച കിണറുകളിലെല്ലാം നദി പോലെ വെള്ളം, നീരുറവ നദി പോലെ. ആ ഗരാർ താഴ്വരയിലെ ദാസന്മാർ, അതായത് ഇടയന്മാർ,
തമ്മിൽ വലിയ ശണ്ട കൂടി. അവർ പറയുന്നു, ഞങ്ങൾക്ക് ഈ കിണർ വേണം, ഞങ്ങൾക്ക് ഈ കിണർ വേണം. ഇസഹാക്ക് പറഞ്ഞു, നിങ്ങൾ എടുത്തുകൊള്ളുക. ഇസഹാക്ക് മറ്റൊരു സ്ഥലത്ത് എന്ന് കിണർ കുഴിച്ചു. അവിടെയും ജലപ്രവാഹം. അവിടുത്തെ ജനങ്ങളും ശണ്ട കൂടി. ഇസഹാക്ക് പറഞ്ഞു, നിങ്ങൾ എടുത്തുകൊള്ളുക. കാരണം യഹോവയായ ദൈവം നീരുറവയാൽ ഇസഹാക്കിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിരവധി കിണറുകൾ കുഴിച്ച് ഇടയന്മാർക്കും ജനങ്ങൾക്കും ദാനമായി നൽകിയ ഇസഹാക്ക് അവസാനമായി ഒരു കിണർ കുഴിച്ചു. അവിടെ ആരുമില്ല വഴക്കിടാൻ ആരുമില്ല. അതുകൊണ്ട് കലഹമില്ലാത്ത കിണറായതിനാൽ ആ കിണറിന് ഇസഹാക്ക് ഇങ്ങനെ പേരിട്ടു, രഹോബോത്ത്. ഇസഹാക്ക് ഇപ്പോൾ താമസിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായ ബേർഷേബയിൽ. ബേർഷേബ ദൈവത്തിന്റെ സ്വന്തം നാട്. പച്ചപ്പരവതാനി വിരിച്ച പോലെ പുൽമേടുകൾ, നല്ല നീരുറവയുള്ള സ്ഥലം. തന്റെ ദാസന്മാർക്കും ധനിക്കും സമൃദ്ധിയായി ജീവിക്കുവാനുള്ള സ്ഥലം ബേർഷേബ. ബേർഷേബയിൽ ഇസഹാക്ക് താമസിക്കുമ്പോൾ ഒരു ദിവസം യഹോവയായ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷനായി. ഇസഹാക്ക്, പിതാവേ, അടിയൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യഹോവയായ ദൈവം ഇസഹാക്കിനോട് പറയുന്നു, ഇസഹാക്കേ, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. എത്ര ഭാഗ്യം! യഹോവയായ ദൈവം നമ്മോടും പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ബേർഷേബയിൽ ദൈവം തന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ബേർഷേബയിൽ ഇസഹാക്ക് യഹോവയായ ദൈവത്തിന് യാഗമർപ്പിച്ചു. യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ ഇസഹാക്ക് ആരാധിച്ചു. ആരാധന ആരാധന യഹോവയാം ദൈവമേ, ആരാധന 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 യഹോവയാം ദൈവമേ, ആരാധന. യാഗം ചെയ്യുക നമ്മൾ യഹോവയ്ക്ക്, യാഗം ചെയ്യുക നമ്മൾ, യാഗം ചെയ്യുക നമ്മൾ യഹോവയ്ക്ക്, യാഗം ചെയ്യുക നമ്മൾ. സ്തോത്രവും ഒന്നിച്ചലയായി യാഗം ചെയ്യുക നമ്മൾ, യാഗം ചെയ്യുക നമ്മൾ. ഇസഹാക്കിന്റെ 2 പുത്രന്മാരും വളർന്നു, വിവാഹപ്രായമെത്തി. ഏശാവ് വലിയൊരു തെറ്റ് ചെയ്തു. മറ്റൊന്നുമല്ല, പുറംജാതിക്കാരികളായ 2 സ്ത്രീകളെ, ബാസമത്തിനെയും യഹൂദീത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ഈ പുറംജാതി സ്ത്രീകൾ നിമിത്തം ഇസഹാക്കിനും റിബേക്കയ്ക്കും അതികഠിനമായ ദുഃഖമുണ്ടായി. യഹോവയുടെ തീരുമാനമില്ലാതെ, യഹോവയോട് ചോദിക്കാതെ പുറംജാതിക്കാരികളായ 2 പെൺകുട്ടികളെ ഭാര്യമാരായി ഏശാവ് സ്വീകരിച്ചിരിക്കുന്നു. നമ്മളും അങ്ങനെയാണല്ലോ. യഹോവയായ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമുക്ക് തോന്നിയതൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും, നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നില്ല, തൊടുന്നതില്ല, കടം, ശാപം, പാപം എന്നൊക്കെ പറയും. യഹോവയായ ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്യുന്നതെല്ലാം അനുഗ്രഹമുള്ളതായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. യാക്കോബ് അപ്പനെയും അമ്മയെയും പരിചരിച്ച് കൂടെ നിന്നു. കാലം കഴിഞ്ഞു. ഇസഹാക്ക് വൃദ്ധനായി. ഇസഹാക്കിന്റെ 2 കണ്ണുകളും കാണാതെയായി. ഇസഹാക്ക് കൂടാരത്തിന്റെ മുറ്റത്ത് കണ്ണ് കാണാൻ വയ്യാതെ വടിയും കുത്തിയിരിക്കുന്നത് കണ്ടില്ലേ? കാഴ്ച പോയി കണ്ണുകൾ കാൺമാൻ വഹിയാതെയും വടിയും കുത്തി തപ്പിയും തടഞ്ഞും ഇരിപ്പിതാ ഇസഹാക്ക്. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും മാതാപിതാക്കൾക്ക് മക്കളെന്നും നല്ലവരാണല്ലോ. യഹോവയായ ദൈവത്തിനും തൻ്റെ പ്രിയപ്പെട്ട മക്കളെന്നും നല്ലവരാണ്. ഈശോ മിശിഹായ്ക്കും തൻ്റെ പ്രിയപ്പെട്ട മക്കളെന്നും നല്ലവരാണ്.
കടും ചുവപ്പായ പാപം ചെയ്താലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ച് ഈശോ മിശിഹ തൻ്റെ നെഞ്ചോട് മാറോട് ചേർക്കുന്നു. അതേ, ഇസഹാക്ക് തൻ്റെ പ്രിയപ്പെട്ട മകനായ യേശാവിനെ അരികിൽ വിളിച്ചു, പൊന്നുമോനെ യേശാവേ, അപ്പൻ്റെ അരികിലേക്ക് വരിക. എന്താ അപ്പാ? ഒന്നുമില്ല മക്കളെ, അപ്പന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണപ്പാ? ഒന്നുമില്ല മക്കളെ, അപ്പൻ വയസ്സ് ചെന്നു, കാഴ്ച നഷ്ടപ്പെട്ടു, എന്റെ മരണ ദിവസം ഞാൻ അറിയുന്നതുമില്ല. അപ്പൻ എന്തൊക്കെയാ പറയുന്നത്? അപ്പനൊന്നും സംഭവിക്കുകയില്ല. അതല്ല മക്കളെ, നിന്റെ വേട്ടയായുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് നീ കാട്ടിലേക്ക് പോവുക. കാട്ടിൽ പോയി വേട്ടയാടി ആ വേട്ടമൃഗത്തെ കൊണ്ടുവന്ന് അപ്പന് ഇഷ്ടവും രുചികരമായ ഭക്ഷണമുണ്ടാക്കി ഈ അപ്പന് നീ സമ്മാനിക്കുക. പൊന്നുമോനെ, നീ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ച് പാനം ചെയ്ത് ഈ അപ്പന് നിന്നെ അനുഗ്രഹിക്കണം. യേശാവ് അപ്പൻ പറഞ്ഞത് കേട്ട് വില്ലും പൂണിയും എടുത്ത് കാട്ടിലേക്ക് പുറപ്പെട്ടു. ഇസഹാക്ക് യേശാവിനോട് പറഞ്ഞതെല്ലാം ഒളിഞ്ഞും പതുങ്ങിയിരുന്ന് കേൾക്കുകയായിരുന്ന റിബേക്ക ഞെട്ടി. റിബേക്ക അമ്പരന്നു. എന്ത്? അപ്പന്റെ സകല സമ്പത്തും യേശാവിന്? അതെ, അവൻ കാട്ടിൽ പോയിരിക്കുന്നു വേട്ടയാടി വേട്ടയിറച്ചി കൊണ്ടുവരുവാൻ. എന്നിട്ട് അപ്പന്റെ അനുഗ്രഹം വാങ്ങുവാൻ അപ്പന്റെ സകല സമ്പത്തും യേശാവിന് പോയാൽ എന്റെ മകൻ യാക്കോബ് അനാഥൻ അനാഥൻ അനാഥൻ. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. റിബേക്ക തന്റെ ഇളയ മകനായ യാക്കോബിനെ കൈകാട്ടി വിളിച്ചു. എടാ പൊന്നുമോനെ യാക്കോബേ, നീ ഇവിടെ വാടാ, ഓടി വാടാ. എന്താണമ്മേ? എടാ മോനെ, നീങ്ങുവാ, അമ്മ പറയുന്നത് കേൾക്ക്. നീ കുറച്ചു നേരത്തേക്ക് യേശാവായി മാറണം. അമ്മ എന്തായി പറയുന്നത്? കുറച്ചു നേരത്തേക്ക് ഞാൻ യേശാവായി മാറണമെന്നോ? യാക്കോബായ ഞാൻ യേശാവായി മാറണമെന്നോ? അതേ മോനെ, നീ കുറച്ചു നേരത്തേക്ക് നിന്റെ ജ്യേഷ്ഠൻ യേശാവായി മാറണം. അമ്മ എന്താണ് ഈ പറയുന്നത്? യാക്കോബായ ഞാൻ കുറച്ചു നേരത്തേക്ക് യേശാവായി മാറണമെന്നോ? അതേ മോനെ. പറയുന്നു ഞാനിതാ ഒരു രഹസ്യം, യേശാവിനെ പോലെ ഒരുങ്ങുക നീ. പറയുന്നു ഞാനിതാ ഒരു രഹസ്യം, യേശാവിനെ പോലെ ഒരുങ്ങുക നീ. അപ്പന്റെ അനുഗ്രഹം വാങ്ങിടുവാൻ വിശിഷ്ട ഭോജനം ഒരുക്കിത്തരാം. അപ്പന്റെ അനുഗ്രഹം വാങ്ങിടുവാൻ വിശിഷ്ട ഭോജനം ഒരുക്കിത്തരാം. പറയുന്നു ഞാനിതാ ഒരു രഹസ്യം, യേശാവിനെ പോലെ ഒരുങ്ങുക നീ. പറയുന്നു ഞാനിതാ ഒരു രഹസ്യം, യേശാവിനെ പോലെ ഒരുങ്ങുക നീ. അപ്പൻ യേശാവിനെ കാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ് വേട്ടമൃഗത്തെ കൊണ്ടുവരാൻ. അവൻ വില്ലും പൂണിയുമായി പോയിരിക്കുന്നു കാട്ടിൽ. അവൻ വേട്ട ഇറച്ചിയുമായി വന്ന അപ്പന്റെ അനുഗ്രഹം മുഴുവനായി വാങ്ങും. പൊന്നുമോനെ, നീ അതിനു മുൻപ് വേട്ട ഇറച്ചിയുമായി പോയി യേശാവായി അഭിനയിക്കണം. അഭിനയിച്ചു പോയി അപ്പന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം നീ ഏറ്റുവാങ്ങണം. പൊന്നുമക്കളെ, എനിക്ക് നീയും അവനും ഒരുപോലെ. എങ്കിലും അമ്മയുടെ ഹൃദയത്തിൽ ഒരു വിങ്ങൽ. അനുഗ്രഹം മുഴുവൻ അപ്പൻ യേശാവിന് കൊടുത്താൽ
നീ അനാഥനായി തീരില്ലേ മക്കളെ, നീ അനാഥനായി തീരില്ലേ? അമ്മേ, അമ്മ എന്താണ് ഈ പറയുന്നത്? ഞാൻ ജ്യേഷ്ഠനെ പോലാവുകയോ യേശാവിനെ പോലാവുകയോ? അപ്പൻ എന്നെ അറിയത്തില്ലയോ? എല്ലാം ഈ അമ്മ ശരിയാക്കി തരാം. പൊന്നുമക്കളെ, നീ പോയി ഈ 2 കോലാട്ടിൻ കൊറ്റന്മാരെ കൊണ്ടുവാ. പൊന്നുമോനെ യാക്കോബേ, പ്രച്ഛന്ന വേഷത്തിൽ ഇഷ്ടഭോജനവുമായി അപ്പന്റെ അനുഗ്രഹം വാങ്ങണം നീ. പ്രച്ഛന്ന വേഷത്തിൽ ഇഷ്ടഭോജനവുമായി അപ്പന്റെ അനുഗ്രഹം വാങ്ങണം നീ. അമ്മേ, അപ്പന് ഏട്ടന്റെ മണമറിയാം, ഏട്ടന്റെ ശബ്ദമറിയാം, ഏട്ടന്റെ ശരീരമാസകലം രോമാവരണം അപ്പനറിയാം. ഏട്ടന്റെ വേഷം കെട്ടാൻ എനിക്ക് വയ്യമ്മേ, എനിക്ക് വയ്യ. അമ്മേ, ഞാൻ യേശാവല്ല യാക്കോബാണെന്ന് അപ്പൻ കണ്ടുപിടിച്ചാൽ എനിക്ക് കിട്ടുന്നത് അനുഗ്രഹത്തിന് പകരം അപ്പന്റെ ശാപമായിരിക്കും, ശാപം. എടാ മക്കളെ, അങ്ങനെ അപ്പൻ നിന്നെ ശപിക്കുകയാണെങ്കിൽ ആ ശാപം ഞാൻ ഏറ്റു. എടാ മോനെ, അമ്മ പറയുന്നത് നീ അങ്ങ് കേൾക്ക്. യേശാവിൻ ഉടുപ്പണിഞ്ഞ് കോലാട്ടിൻ രോമമണിഞ്ഞ്, യേശാവിൻ ഉടുപ്പണിഞ്ഞ് കോലാട്ടിൻ രോമമണിഞ്ഞ് പ്രച്ഛന്ന വേഷത്തിൽ പോവുക നീ. താതന്റെ സവിധത്തിൽ പോവുക നീ. താതന്റെ സവിധത്തിൽ പോവുക നീ. റിബേക്ക യാക്കോബിനെ അണിയിച്ചൊരുക്കുകയാണ്. യേശാവിന്റെ വിശേഷ വസ്ത്രം ധരിപ്പിച്ചു. കോലാട്ടിൻ രോമം ശരീരമാസകലം കഴുത്തോളം പൊതിഞ്ഞു. സുഗന്ധദ്രവ്യം പൂശി കോലാട്ടിൻ ഇറച്ചിയുമായി യാക്കോബിനെ അണിയിച്ചൊരുക്കി ഒരു പരുവത്തിലാക്കി. ദാ പറഞ്ഞയക്കുന്നു അപ്പന്റെ അനുഗ്രഹം വാങ്ങാൻ യേശാവായി. എടാ മോനെ, നീ കൊണ്ടുവന്ന് അപ്പന്റെ കൊടുക്ക്. അപ്പന്റെ കൊടുത്ത് അപ്പന്റെ അനുഗ്രഹം വാങ്ങ്. അമ്മേ, എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു. എടാ, ഉബായി എന്നും തന്ത്രശാലി എന്നും കൊച്ചിലെ കീർത്തി നേടിയവനാണ് നീ. ഏട്ടന്റെ കുതികാല് പിടിച്ച് പുറത്തു വന്നവൻ പറയുന്നു എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു. കൊണ്ടുപോടാ. യാക്കോബ് പോകുന്നത് കണ്ടില്ലേ? വെട്ടിവേഷം കെട്ടിയ രാജാവിനെ പോലെ. അവൻ ഇസഹാക്കിന്റെ അരികിലെത്തി. അപ്പാ, നീ ആരാ മോനെ? ഞാൻ തന്നെ, അപ്പന്റെ ആദ്യജാതൻ യേശാവ്. യേശാവോ? മോനെ, നിനക്ക് ഇത്രയും വേഗം വേട്ട ഇറച്ചി കിട്ടിയോ? അപ്പാ, അപ്പന്റെ ദൈവം എന്റെ മുന്നിൽ വേട്ടമൃഗത്തെ കൊണ്ടുവന്നു. അങ്ങനെയാ എനിക്ക് വേട്ട ഇറച്ചി കിട്ടിയത്. അപ്പന്റെ ദൈവം ആരാ? അപ്പന്റെ കൂടെ നടക്കുകയല്ലയോ? അപ്പന്റെ ദൈവം എനിക്ക് വേട്ടമൃഗത്തെ എന്റെ മുന്നിൽ കൊണ്ടുവന്നു. മോനെ, നീ അപ്പന്റെ അടുക്കലേക്ക് വാ. അപ്പൻ നിന്നെ ഒന്ന് തപ്പി നോക്കട്ടെ. യേശാവായി വേഷമിട്ട് വന്ന യാക്കോബ് ഇസഹാക്കിന്റെ അരികിലേക്ക് നടന്നു വന്നു. ഇസഹാക്ക് യാക്കോബിനെ തടവി നോക്കി. ശരീരമാസകലം രോമാവൃതനായവൻ. മക്കളെ, നീ എന്റെ മകൻ യേശാവ് തന്നെ, നീ എന്റെ മകൻ യേശാവ് തന്നെ. മോനെ, നിന്റെ ശബ്ദം യാക്കോബിനെ പോലെ. അപ്പാ, അത് കാട്ടിലൊക്കെ ഭയങ്കര മഞ്ഞ, അങ്ങനെയായി എൻ്റെ ശബ്ദം മാറിയത്. യേശാവായി വേഷമിട്ട് വന്ന യാക്കോബ് കൊണ്ടുവന്ന വേട്ടയിറച്ചിയും ഭോജനവും പാനീയവും ഭക്ഷിച്ച് യേശാവിനായി കരുതി കൂട്ടി വച്ചിരുന്ന അനുഗ്രഹം മുഴുവൻ ദാ ഉപായിയായി തന്ത്രശാലിയായി വന്ന യാക്കോബിന് ഇസഹാക്ക് നൽകുന്നു. തന്റെ പ്രിയപ്പെട്ട മകനായ യേശാവിന്
ഇസ്ഹാക്ക് കരുതി കൂട്ടി വച്ചിരുന്ന അനുഗ്രഹങ്ങൾ ഉപായിയായി, തന്ത്രശാലിയായി, യേശാവായി വേഷം കെട്ടി വന്ന യാക്കോബ് അപ്പനായ ഇസ്ഹാക്കിന്റെ കരങ്ങളിൽ നിന്നും ഇതാ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഇതാ എന്റെ മകന്റെ വാസന, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സോദരന്മാർക്കെന്നും നീ പ്രഭുവായിരിക്കും. നിന്റെ സോദരന്മാർക്കെന്നും നീ പ്രഭുവായിരിക്കും. പ്രഭുവായിരിക്കും, പ്രഭുവായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്നെ ശപിക്കുന്നവരെല്ലാം ശപിക്കപ്പെടട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. മകനെ, നിന്റെ മാതാവിൻ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ, നിന്റെ വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ. നിന്റെ സഹോദരന്മാർക്ക് എന്നും നീ പ്രഭുവായിരിക്കും. യേശാവായി പ്രച്ഛന്ന വേഷത്തിൽ വന്ന് ഉപായിയായി, തന്ത്രശാലിയായി അപ്പന്റെ അനുഗ്രഹം മുഴുവനായി ഏറ്റുവാങ്ങിയ യാക്കോബ് അതീവ സന്തോഷവാനായി, സംപ്രീതനായി ദേ നടന്നു പോകുന്നു. അമ്മേ, അമ്മേ, അപ്പൻ എന്നെ അനുഗ്രഹിച്ചു, അപ്പൻ എന്നെ അനുഗ്രഹിച്ചു, അപ്പന്റെ അനുഗ്രഹം എനിക്ക് കിട്ടി. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ദാ വരുന്നു യേശാവ്. ഒന്നും അറിയാത്ത യേശാവ് അപ്പന്റെ അരികിലേക്ക് വരികയാണ്, ഇസ്ഹാക്കിന്റെ അരികിൽ. അപ്പാ, നീ ആരാ മോനെ? ഞാൻ തന്നെ, അപ്പന്റെ ആദ്യജാതൻ യേശാവ്. യേശാവോ? അതെ അപ്പാ, യേശാവ് തന്നെ. എടാ മക്കളെ, നീ അപ്പന്റെ അടുക്കലേക്ക് വാ, ഞാൻ നിന്നെ ഒന്ന് തപ്പി നോക്കട്ടെ. അപ്പൻ എന്താണ് ഈ പറയുന്നത്? അപ്പൻ എന്നോട് പറഞ്ഞില്ലായോ, എടാ മോനെ യേശാവേ, നിന്റെ വില്ലും പൂണിയും എടുത്ത് നീ കാട്ടിൽ പോയി വേട്ടയിറച്ചിയുമായി വരാൻ. അപ്പാ, കാട് കരിഞ്ഞു കിടക്കുക, കാട്ടിലൊന്നുമില്ല. ഞാൻ അലഞ്ഞു തിരിഞ്ഞ് അവശനായി പോയി. മടങ്ങി വരാൻ വേണ്ടി നിൽക്കുമ്പോൾ കുറ്റിക്കാട്ടിനുള്ളിൽ ഒരനക്കം. എന്താണെന്നറിയാമോ അപ്പാ? ഒരുത്തൻ അവിടെ പതുങ്ങിയിരുന്ന് വെള്ളം കുടിക്കുക, ഒരു ഇളമാൻ. ഞാൻ വില്ലും പൂണിയും എടുത്തൊരു കാച്ചി ഞാൻ അവനെ കൊണ്ടുവന്ന് പാകം ചെയ്ത് അപ്പനിത അപ്പവും ഇറച്ചിയും പനിയുമായി വന്നിരിക്കുന്നു. അപ്പൻ എണീറ്റാട്ടെ. അപ്പൻ എണീറ്റ് ഈ ഇറച്ചിയും അപ്പവും പാനം ചെയ്ത് വിശ്രമിച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചാൽ മതി. ഇടാ മോനെ, നീ അപ്പൻ്റെ അടുക്കലേക്ക് വാ, അപ്പൻ നിന്നെ ഒന്ന് തപ്പി നോക്കട്ടെ. യേശാവ് ഇസ്ഹാക്കിന്റെ അടുക്കൽ വന്നു. ഇസ്ഹാക്ക് തന്റെ മകനെ ഒന്ന് തപ്പി നോക്കി. പൊന്നുമോനെ, ചതിച്ചു. എന്താണപ്പാ? അപ്പൻ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. എടാ മക്കളെ, നീ വരുന്നതിന് മുൻപ് എന്റെ ഇളയ മകൻ യാക്കോബ് ഇവിടെ വന്നിരുന്നു.
അവൻ ഈ അപ്പനോട് യേശാവെന്ന് കള്ളം പറഞ്ഞു. അപ്പന്റെ കയ്യിലിരുന്ന അനുഗ്രഹം അപ്പൻ മുഴുവനായി അവന് കൊടുത്തു, മോനെ കൊടുത്തു. യേശാവ് അത്യുച്ചത്തിൽ അലറിക്കരഞ്ഞു, അപ്പാ. അപ്പന് ഒരനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ, ഒരനുഗ്രഹം മാത്രമേ ഉള്ളൂ. എന്നെയും അനുഗ്രഹിക്കണം അപ്പാ. മോനെ യേശാവേ, അപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ അവന് കൊടുത്തുപോയി മകനെ, അവന് കൊടുത്തുപോയി. അപ്പാ, എന്നെയും അനുഗ്രഹിക്കണം അപ്പാ. എന്നെയും അനുഗ്രഹിക്കണം അപ്പാ, എന്നെയും അനുഗ്രഹിക്കണം. പൊന്നുമോനെ യേശാവേ, പ്രിയപ്പെട്ട മകൻ യേശാവിനെ ഇസഹാക്ക് വാരിപ്പുണർന്നു. അപ്പനും മകനും ദാ വാവിട്ട് നിലവിളിക്കുന്നു, വാവിട്ട് നിലവിളിക്കുന്നു. മോനെ, അപ്പന് ഇത് മാത്രമേ നിനക്ക് തരുവാനുള്ളൂ മോനെ, ഇത് മാത്രമേ തരുവാനുള്ളൂ. നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതേ ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ സഹോദരന്മാരെ നീ സേവിക്കും. യേശാവ് അപ്പന്റെ മുന്നിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. അവന്റെ കോപമാളിക്കത്തി, കണ്ണിൽ നിന്നും തീ തീ, ശരീരം നിറച്ചു, പല്ലുകൾ കടിച്ചു മുറുക്കി. പ്രതികാരദാഹം ഒരു കൊടും കാറ്റായി ഹൃദയത്തിൽ അലയായി. പ്രതികാരദാഹം ഒരു കൊടും കാറ്റായി ഹൃദയത്തിൽ അലയായി. ഉടവാളെടുത്തു ശപഥം ചെയ്തു കൊന്നിടും ഞാൻ നിശ്ചയം. ഉടവാളെടുത്തു ശപഥം ചെയ്തു കൊന്നിടും ഞാൻ നിശ്ചയം. കൊന്നിടും ഞാൻ നിശ്ചയം, കൊന്നിടും ഞാൻ നിശ്ചയം. എടാ നയവഞ്ചകനായ യാക്കോബേ, ആദ്യം നീ എന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. ഇപ്പോൾ ഇതാ എന്നെ കബളിപ്പിച്ചുകൊണ്ട് എന്റെ അപ്പൻ എനിക്ക് കരുതി വച്ചിരുന്ന അനുഗ്രഹം മുഴുവനായി നീ തട്ടിയെടുത്തു. നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ കൊല്ലും. ഉടവാളെടുത്തു ശപഥം ചെയ്തു കൊന്നിടും ഞാൻ നിശ്ചയം. ഉടവാളെടുത്തു ശപഥം ചെയ്തു കൊന്നിടും ഞാൻ നിശ്ചയം. കൊന്നിടും ഞാൻ നിശ്ചയം, കൊന്നിടും ഞാൻ നിശ്ചയം. കോപാകുലനായ യേശാവ് ഉടവാളെടുത്തു, ദാ ഓടുകയാണ്. കൂടാരം ലക്ഷ്യമാക്കി പ്രതികാരദാഹിയായി, ഉപായിയായി, തന്ത്രശാലിയായി അപ്പന്റെ അനുഗ്രഹം കബളിപ്പിച്ച് വാങ്ങിയ യാക്കോബിനെ കൊല ചെയ്യുവാൻ കൂടാരങ്ങളിലെല്ലാം കയറിയിറങ്ങി നോക്കി. എന്നാൽ ഒരിടത്തും യാക്കോബിനെ കാണാനില്ല. എങ്ങു പോയി യാക്കോബേ, പ്രിയത്തോഴാ, എങ്ങു പോയി നീ? യാക്കോബിനെ പിന്നെ കണ്ടവരാരുമില്ല. യാക്കോബിനെ പിന്നെ കണ്ടവരാരുമില്ല. യാക്കോബിനെ പിന്നെ കണ്ടവരാരുമില്ല. യാക്കോബിനെ പിന്നെ കണ്ടവരാരുമില്ല. യാക്കോബിനെ പിന്നെ
കണ്ടവരാരുമില്ല. യാക്കോബിനെ പിന്നെ കണ്ടവരാരുമില്ല. യാക്കോബിനെ പിന്നെ കണ്ടവരാരുമില്ല. യാക്കോബിനെ പിന്നെ കണ്ടവരാരുമില്ല. ഇവിടെ ഞാൻ നിഷ്പക്ഷവാദിയായി നിൽക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് ചിത്രങ്ങൾ കാണാൻ കഴിയും. ഒന്ന് ഏശാവിൻ്റേത്, വേട്ടക്കാരനായ ഏശാവിൻ്റേത്. മറ്റൊന്ന് ഉപായിയും തന്ത്രശാലിയുമായ യാക്കോബിൻ്റേത്. എന്നാൽ ഏശാവ് ചെയ്ത തെറ്റെന്താണ്? വലിയ തെറ്റ് തന്നെയാണ് ഏശാവ് ചെയ്തത്. മറ്റൊന്നുമല്ല, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഏറ്റവും വിലപ്പെട്ട തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. തൻ്റെ അപ്പനോടും അമ്മയോടും പിതാവായ ദൈവത്തോടും അനുവാദം ചോദിക്കാതെ പുറം ജാതിക്കാരികളായ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ദൈവിക തേജസ്സിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് ദൈവകോപത്തിന് വലിയ കാരണമായി തീർന്നു. ഇനിയുമുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ വേട്ടയിൽ വിനോദം കണ്ട് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ജീവിതം കുത്തഴിഞ്ഞതാക്കി. ഇനി നമുക്ക് യാക്കോബിനെ നോക്കാം. യാക്കോബ് തന്ത്രശാലി, ഉപായി ആണെങ്കിലും ഹൃദയശുദ്ധിയുള്ളവൻ. യാക്കോബ് മാതാപിതാക്കൾക്ക് അനുസരണയുള്ളവൻ. ഇവിടെ നമുക്ക് 2 ചിത്രങ്ങൾ കാണാൻ കഴിയും. ഒന്ന് ഏശാവിൻ്റേത്, മറ്റൊന്ന് യാക്കോബിൻ്റേത്. ഇതിൽ ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് പറയുവാനുള്ള അധികാരം, അവകാശം എനിക്കില്ല. ഞാനത് പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. തൽക്കാലം ഞാൻ യാക്കോബിനെ മാറ്റി നിർത്തട്ടെ, ഒളിപ്പിച്ചു നിർത്തുകയാണ്. ചരിത്രം അവസാനിക്കുന്നില്ല. എന്നാൽ ഈ ചരിത്രം ഇങ്ങനെ ഇവിടെ പൂർണ്ണമാകുന്നു. ഇസ്ഹാക്കിൻ്റെ പുത്രന്മാർ.